Good morning, everyone. Good morning. Good morning, madam. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah. Good morning, ma'am. Morning. Yeah, good. Nasina. Okay, how are you all? പറയൂ, എന്തൊക്കെയുണ്ട്? സുഖം? മാം ഇന്ന് സോങ് നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ? ഓക്കെ, സോങ് നമുക്ക് പാടാം. ഏതെങ്കിലും സ്പെഷ്യൽ ഡേ വരുമ്പോ നമുക്ക് ചെയ്യാം. മതിയോ? ഓക്കെ മാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ആണോ? ഒന്നും പറഞ്ഞില്ല ആരും. ഓക്കെ, യെസ്. അപ്പോ അടുത്ത എപ്പോഴെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരായിരിക്കാം അല്ലെ? നമുക്ക് സ്പെഷ്യൽ ഡേ ഒക്കെ അവധി ഇല്ലയോ? എന്തോ സ്പെഷ്യൽ ഡേ ഒക്കെ അവധി ഇല്ലയോ? പാടണമെന്നാണോ? പാടണോ? അതെ, ഒരു പാട്ട് പാടി തുടങ്ങാം. പാട്ട് പാടി തുടങ്ങട്ടെ, അവസാനിപ്പിക്കുമ്പോ പാട്ട് പാടി അവസാനിപ്പിക്കും. അത് മതിയില്ലേ? അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ക്ലാസ്സിൽ ഫസ്റ്റില് പാട്ടാണോ എന്ന് ചോദിച്ചവരോട് പോകും അല്ലേ? ശരിയല്ലേ? കുറച്ച് നമുക്ക് ക്ലാസ് എടുത്തിട്ട് ലാസ്റ്റ് ഒരു 10 to 15 minutes നമുക്ക് പാട്ട് പാടാം. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. റൊട്ടീൻ എല്ലാം പറഞ്ഞു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഫസ്റ്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. No? Clear? Clear ആണോ? റെസ്പോണ്ട് ചെയ്യൂ. Clear. Clear. Yes. Okay. So let's move on to the next tense. Present continuous tense. Okay. So take your notebook and write down the hinting present continuous tense. And write down the structure also. Okay. Present continuous in the structure is the subject plus is and are plus subject plus is and are plus verb plus ing. Verb ന്റെ കൂടെ ing ഇടും. Subject plus is am are plus verb plus ing. ഇതാണ് present continuous സ്ട്രക്ചർ വരുന്നത്. Okay, is it finished? Yes, ma'am. കഴിഞ്ഞോ? Yes. അപ്പൊ മീനിങ് വരുന്നത് ചെയ്യുകയാണ് എന്നാണ്. ഓക്കെ, ബ്രാക്കറ്റിൽ മീനിങ് എഴുതാം. ചെയ്യുകയാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കറന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അല്ലെ? നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അല്ലെ? പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്. കറന്റ്ലി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ? സോ അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ പറഞ്ഞത്. സബ്ജക്ട് പ്ലസ് is am are plus verb plus ing.
ഓക്കെ. സോ മലയാളം മീനിങ് വരുന്നത് ചെയ്യുകയാണ് എന്നാണ്. ഓക്കെ, ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല, ചെയ്യുകയാണ് എന്നാണ് കേട്ടോ. കറക്റ്റ് അങ്ങനെ തന്നെ എഴുതണം, ചെയ്യുകയാണ് എന്ന് തന്നെ എഴുതണം. ഓക്കെ, യെസ്, ചെയ്യുകയാണ്. അപ്പോ എക്സാമ്പിള്, ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞേ. ഞാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാ ഇംഗ്ലീഷിൽ എങ്ങനെയാ വരാം? ഞാൻ പഠിപ്പിക്കുകയാണ്. യെസ്, ഐ ആം ടീച്ചിങ് അല്ലെ, ഐ ആം ടീച്ചിങ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലെ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. Teaching English. Yes. Okay. So, ഇനി നെക്സ്റ്റ് എന്താ? നിങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ഓ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് ഇൻ ഇംഗ്ലീഷ് അല്ല, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നോട്ട് ഇൻ വേണ്ട ഇവിടെ. Yeah, I'm studying English. I'm studying English. Yes. ഇനി അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. He is playing cricket. Yeah. Yes, he is playing cricket. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. He is playing cricket. Okay, then അവർ ലെറ്റർ എഴുതുകയാണ്. അവർ ലെറ്റർ എഴുതുകയാണ്. She is writing a letter. They are writing letter. They are writing a letter. അവരാണ്, ഞാൻ അവരല്ല പറഞ്ഞത്, അവരാണ്. കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അവർ എന്നാകുമ്പോ they are writing a letter. അവർ ലെറ്റർ എഴുതുകയാണ്. They are writing a letter എന്നത്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഓക്സിലറീസിന് മാറ്റം വരുന്നത് കണ്ടല്ലോ. ഐ ആണെങ്കിൽ ആം വരുന്നു, ഹി ആണെങ്കിൽ ഈസ്, ദേ ആണെങ്കിൽ ആർ. അപ്പൊ യു, ദേ, ബി ഒക്കെ ആണെങ്കിൽ ആർ വരും. ഐ ആണെങ്കിൽ ആം, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഈസ് ആണ് വരും. അതെല്ലാവർക്കും അറിയാലോ. ഐയുടെ കൂടെ ആം, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഈസ്, യു, വി, ദേയുടെ കൂടെ ആർ ആണ് വരാം. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയണോ? എഴുതുന്നുണ്ടോ നിങ്ങള്? പറയാം. ഐയുടെ കൂടെ ആം, ഐയുടെ കൂടെ ആം, ഐ ഒരു ഹൈഫിനുണ്ട്, ആം എന്ന് എഴുതാം. ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആം ആണ്. Then he, she, it, ഈ മൂന്ന് സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഈസ് ആണ്. He, she, it. He is, she is, it is. അല്ലെ? അപ്പോ he, she, itന്റെ കൂടെ വരുന്ന ഓക്സിലറി ഈസ് ആണ്. Then you, we, they. You are, we are, they are. അല്ലെ? You, we, theyയുടെ കൂടെ വരുന്ന ഓക്സിലറി ആർ ആണ്. Yes. Clear. അപ്പോ ആം, ഈസ്, ആർ എന്ന് പറയുന്ന ഈ ഓക്സിലറീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിൽ മാത്രമാണ് കേട്ടോ. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഓക്സിലറീസിന് വ്യത്യാസം വരുന്നുണ്ട്. സോ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഈസ്, ആം, ആർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, ക്ലിയർ. സോ
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് അറിയാം. നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യം, കറന്റ്ലി നടക്കുന്ന ഒരു കാര്യം പറയാനും ടെമ്പററി ആക്ഷൻസ് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഫ്യൂച്ചർ ആക്ഷൻ മീൻസ് അത് കറന്റ്ലി നടക്കുന്നത് തന്നെയാണ്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കറന്റ്ലി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോ നാളെ അവര് ദുബായിലേക്ക് പോവാണ് എന്ന് പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടെൻസ് അല്ലേ? അല്ലേ? യെസ്. ഓ they are planning to Dubai tomorrow. നാളെ ദുബായിലേക്ക് പറക്കുകയാണ്. പറക്കുക മീൻസ് പോകുകയാണ് യൂസ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ they are going to Dubai tomorrow എന്ന് പറഞ്ഞാല് നാളെ പോവാണ് എന്നാണ്, ഫ്യൂച്ചർ ആണ്. അപ്പൊ ഫ്യൂച്ചറിലേക്ക് പറയാനും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് പോലും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ? ക്ലിയർ അല്ലേ? അപ്പൊ ഫ്യൂച്ചർ ആക്ഷൻ പറയാനും കറന്റ്ലി നടക്കുന്ന ആക്ഷൻസ് പറയാനും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, is it clear or not? എന്താണ് കൺഫ്യൂഷൻ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാലോ? എന്താ പറയണ്ടേ? ഒന്നുകൂടെ ഫസ്റ്റോട് ഞാൻ പറയാം. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് പ്ലസ് verb പ്ലസ് ing ആണ്. കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരു ing ഫോം എന്തായിരുന്നു? കാരണം കണ്ടിന്യൂയിങ് ആണല്ലോ, അപ്പൊ ഒരു ing ഉണ്ട്. ഓക്കെ, അപ്പൊ വെർബിന്റെ കൂടെ ing മസ്റ്റ് ആണ്. അങ്ങനെ കണ്ടാൽ അത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ദെൻ നമ്മൾ കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനും ഫ്യൂച്ചറിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ് പറയാം. ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ്. കാരണം ഇവിടെ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഓക്സിലറി യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വെർബിന്റെ കൂടെ ing ഫോം യൂസ് ചെയ്തു. അങ്ങനെയാണ് ഈ സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഐ എം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പഠിപ്പിക്കുകയാണ്. ഐ എം ടീച്ചിങ് റൈറ്റ് നൗ എന്ന് പറഞ്ഞ് ഞാനിപ്പോ പഠിപ്പിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ലേണിംഗ് ആണ്, ലേൺ ചെയ്യുകയാണ് അല്ലെ? യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയാം. അതെല്ലാനും പ്രസന്റിൽ നടക്കുന്ന കറന്റ്ലി നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നാളത്തേക്ക് ഒരു കാര്യം പറയണമെങ്കിൽ, ഇപ്പൊ നാളെ നിങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് എന്ന് പറയണമെങ്കിൽ ഐ എം ഗോയിങ് ടു മൈ ഫ്രണ്ട് ഹോം ടുമാറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. അത് നാളത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം അത് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാനും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്തത്. ഓക്കെ, ഐ എം ഗോയിങ് ടു മൈ ഫ്രണ്ട് ഹോം ടുമാറോ. ഞാൻ നാളെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുകയാണ് എന്നാണ് അവിടെ പറയാം. പോകും എന്നാണെങ്കിൽ ടെൻസ് മാറും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത് പോകുകയാണ് എന്നാണ്. they are planning to Dubai tomorrow. നാളെ അവര് ദുബായിലേക്ക് പോകുകയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഗോയിങ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് പറയാം. പക്ഷേ ഞാൻ നാളെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും എന്നാണെങ്കിൽ ടെൻസ് മാറും, അത് ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറും. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? നമ്മൾ പറയുന്ന മലയാളത്തിന്റെ ബേസ് ചെയ്തിരിക്കും ഏത് ടെൻസ് ആണ് എന്നുള്ളത്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുകയാണ്, നാളെ പോവാണ് എന്നാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് എന്നാണെങ്കിൽ ഗോയിങ് മൈ ഫ്രണ്ട് ഹോം എന്ന് പറയും. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. നാളെ ആണെങ്കിൽ അവിടെ ഒരു ചുമാറ് ആഡ് ചെയ്താൽ മാത്രം മതി. പോകുകയാണ് എന്നാ പറഞ്ഞു അല്ലെ? ചെയ്യുകയാണ്, പോകുകയാണ് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ഫ്യൂച്ചർ ആണെങ്കിലും ശരി, പ്രസന്റ് ആണെങ്കിലും ശരി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? നിങ്ങൾ യൂസ് ചെയ്ത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്യൂ കേട്ടോ, കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും പറയൂ. പറയണ്ട, ടെക്സ്റ്റ് ചെയ്യൂ. ഫ്യൂച്ചർ ആക്ഷൻസ് വെച്ചിട്ടും പ്രസന്റ് ആക്ഷൻസ് വെച്ചിട്ടും കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, മേക്ക് ചെയ്യാം.
ഓക്കെ. സോ അപ്പൊ തന്നെ കുറച്ച് ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഐ എം റൈറ്റിംഗ് ഒരു ഒബ്ജക്റ്റ് വെക്കണം കേട്ടോ. ഒബ്ജക്റ്റിനോട് വെക്കുക. ഐ എം റൈറ്റിംഗ് എന്താണ് ആ ഒരു ഒബ്ജക്റ്റിനോട് വെക്കുമ്പോൾ സെന്റൻസ് കംപ്ലീറ്റ് ആകും. ഐ എം ഡ്രിങ്കിങ് വാട്ടർ. യെസ്. ഐ എം റൈറ്റിംഗ് എ നോട്ട്. We are watching TV. He's drinking water. They are conducting seminar tomorrow. Yes, they are playing tennis. I'm texting messages. I'm playing Ludo. Yes. I'm writing a letter. Before, I'm studying a book. I'm singing a song to my school anniversary. To my school anniversary. We are cleaning the house. She stands gracefully. I'm playing football. Tomorrow I'm going to Italy. They are cooking easily. I'm singing a song to school anniversary. Anniversary വേണ്ടി പാടുന്നു എന്നാണെങ്കിൽ അവിടെ 4 ആണ് വരാൻ. Okay. We are gathering here. The also connected meeting. She's getting here. She's getting here. Getting here. ഇപ്പോൾ നിങ്ങൾ I'm playing. If he is playing cricket എന്ന് പറഞ്ഞു നമ്മൾ ഒരു സെന്റൻസ് കുറച്ചുകൂടെ നമുക്ക് എക്സാജറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാം. അവൻ അവരുടെ ഫ്രണ്ടിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? He is playing cricket with his friends. അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടെ വലിയ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. I'm eating biryani. My friend Neha is planning to come here tomorrow. I'm not working now. I'm going to mom's home. Yes. It's raining now. Yeah. I'm going to friend's house tomorrow. Tomorrow's not tomorrow. He's allowed to him, but he's not. He's allowed to him, but he's not. Now raining heavily. Is it not raining heavily? Question ആയിരുന്നു. ഓക്കെ കഴിഞ്ഞോ? ഓക്കെ ക്ലിയർ ആണോ? ഇത് തോന്നുന്നു ഓക്കെ ആണോ? കാര്യം ചെയ്യാം നമുക്ക്. ഒരു മലയാളം പറയും. കുറച്ച് വലിയൊരു സെന്റൻസ് ആയിക്കോട്ടെ എന്ന് പറയും. ഒരാൾ പറയും. നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരാള് പ്രസന്റ് കണ്ടിന്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു മലയാളം സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. നാളെ ഞാൻ എക്സാമിന് പോവുകയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. നാളെ ഞാൻ എക്സാമിന് പോവുകയാണ്. എനിക്ക് തോന്നി നിങ്ങൾ അങ്ങനെ എഴുതുള്ളൂ. ഓക്കെ എല്ലാവരും പറയട്ടെ. ഞാൻ പറയാം.
I'm going to my exam tomorrow. Tomorrow I will go for my exam. Tomorrow I am going to an exam. I'm going for an exam tomorrow. I'm going to the exam tomorrow. I'm going to an exam tomorrow. Tomorrow I'm going to my exam. കുറച്ചുകൂടെ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും. ഞാൻ നാളെ എക്സാമിന് പോവാണ്. I'm going to write an exam tomorrow. What's a mistake? മിസ്റ്റേക്കോ? മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നിങ്ങൾ അയച്ചത് എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും അയച്ചതിൽ മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാമോ? ആരെങ്കിലും മലയാളം കേട്ടപ്പോ സിമ്പിൾ ആയിട്ട് തോന്നി, പക്ഷെ അത് എഴുതി വന്നപ്പോ തെറ്റിപ്പോയി. എവിടെയാണ് തെറ്റി വന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? മാം ഞാൻ ഇട്ടത് കറക്റ്റ് ആണോ? നോക്കട്ടെ കേട്ടോ. ഇല്ല, നോ നോ, അത് പടത്തിട്ട് തകർന്നു. ടെൻഷൻ മാറിപ്പോയി. ടു എന്താണ്? നിങ്ങൾക്ക് പ്രപ്പോസിഷൻ ആണ് തെറ്റ് വരുന്നത്. ടു ആണോ യൂസ് ചെയ്യാ? ഫോർ അല്ലേ? ആ ടു ആണോ യൂസ് ചെയ്യാ? ടു പറയുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പറയണം. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ടു പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നാളെ പോകുന്നത്? എക്സാമിന് വേണ്ടി അല്ലെ? എക്സാം ആണ് മെയിൻ ആയിട്ട് അല്ലെ? സോ ഞാൻ നാളെ എക്സാമിന് പോവാണ് എന്ന് പറയുമ്പോ I'm going for an exam tomorrow എന്നാ പറയാം. For an ഇവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ ആണ്. ആൻ വേണം. Okay, I'm going for an exam tomorrow. Tomorrow I am going for an exam. 4 ആണ് വരാം, 2 അല്ല കേട്ടോ. 2 വരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ വേണം. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നാണ് അത് 2 വരേണ്ടത്. അല്ലാതെ നമ്മൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 4 ആണ് വരാം. എങ്ങോട്ടേക്കാണ് ഒരു പ്ലേസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ 2 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടുമോറോ ഐ ആം ഗോയിങ് ഫോർ an exam. റസിയ ഐ ആം ഇങ്ങനെ അല്ലാണ്ട് എഴുതാം. ഒന്നില്ലെങ്കിൽ ഐ ഇടാം, അങ്ങനെ എഴുതാം കേട്ടോ. ഈ ആം തെറ്റാണ്. അവിടെ ഓക്സിലറി മാത്രമേ വരുന്നുള്ളൂ, സബ്ജക്റ്റ് ഇല്ല. ഓക്കെ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും. മാം എനിക്കറിയായിരുന്നു, ഞാൻ ടൈപ്പ് ചെയ്തപ്പോ ആ പ്രൊണൗൺസിയേഷൻ വെച്ചൊക്കെ ടൈപ്പ് ചെയ്തതാണ്. അതറിയാം. അതെ, മിക്കവർക്കും പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു. ഹെനാനൂറ് പറഞ്ഞ മാത്രമേ കറക്റ്റ് ഉള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞ തെറ്റാണ്. ഓക്കെ, അപ്പോ 4ഉം 2ഉം മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പ്രപ്പോസിഷൻ ആദ്യം തന്നെ എടുത്തത്. പ്രപ്പോസിഷൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. പ്രപ്പോസിഷൻ ആണ് മിക്കവർക്കും തെറ്റിപ്പോകുന്നത്. ഓക്കെ, അടുത്തൊരു മലയാളം പറയൂ. ആരെങ്കിലും പറയൂ. സ്നേഹയും കൂട്ടുകാരും അവിടെ കളിക്കുകയാണ്. എന്തോ? സ്നേഹയും കൂട്ടുകാരും അവിടെ കളിക്കുകയാണ്. ക്ലിയർ അല്ല. സ്നേഹയും കൂട്ടുകാരും അവിടെ കളിക്കുകയാണ്. സ്നേഹയും കൂട്ടുകാരും അവിടെ കളിക്കുകയാണ്. ഓക്കെ. ദിവ്യ നാളെ ഒരു കല്യാണം ഉണ്ട് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല കേട്ടോ. ഓക്കെ, അത് പറയൂ. സ്നേഹയും കൂട്ടുകാരും അവിടെ കളിക്കുകയാണ്. സ്നേഹ ഓ നേഹ ആരെങ്കിലും അവിടെ കളിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അല്ലെ? അവിടെ എന്നല്ലേ? അവിടെ എന്ന് പറഞ്ഞു. ഓക്കെ. പ്ലേ. മിസ്സേ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഞാൻ കേറിയില്ല കേട്ടോ. ഞാൻ ഒരു 11:50 ആയപ്പോഴാണ് കേറിയത്. അതുകൊണ്ട് എനിക്ക് ടെൻസ് ഏതാന്ന് അറിയാൻ വയ്യായിരുന്നു. അതാണ് ഞാൻ നേരത്തെ അങ്ങനെ ഇട്ടത് കേട്ടോ. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് അല്ലാണ്ടൊരു മീനിങ്ങിൽ അങ്ങ് ഇട്ടതാ സംഭവം.
ഓക്കെ ഞങ്ങൾക്ക് പറയാം ക്ലാസ് ഡിസ്കസ് ചെയ്യാം. Okay, Sneha and her friends are playing there. Friends are നിങ്ങള് സ്നേഹ ആണോ സ്നേഹയാണോ ആരെങ്കിലും ആവട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. സെന്റൻസ് ഒന്ന് കറക്റ്റ് ആയാൽ മതി. പേരൊന്നും പേരിലൊന്നൊരു പ്രശ്നമില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷനും ഓക്സിലറീസും ഒക്കെ യൂസ് ചെയ്താൽ മാത്രം. ഓക്സിലറീസ് ഒക്കെ മിസ്സിംഗ് ആണല്ലോ. നിങ്ങള് എല്ലാം നോക്കണം കേട്ടോ. എല്ലാരും നേഹയും അവളുടെ കൂട്ടുകാരും എന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ് ആണ്, നോട്ട് ഫ്രണ്ട്. നേഹയും അവളുടെ ഫ്രണ്ടും അല്ല അവിടെ കളിക്കുന്നത്. പകരം നേഹയും അവളുടെ കൂട്ടുകാരുമാണ് കളിക്കുന്നത്. പ്ലൂറൽ ഉണ്ട്, സിംഗുലറും പ്ലൂറലും തിരിച്ചറിയണം. അതും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം സെന്റൻസ് എഴുതാൻ. ഓക്കെ, കാരണം മീനിങ് അടക്കം മാറിപ്പോവും. പറയുന്ന മലയാളവും എഴുതുന്നതും വ്യത്യാസമായിരിക്കും. അപ്പൊ വരുന്നത് ഇങ്ങനെയാണ്: സ്നേഹ or നേഹ and her friends are playing there. അങ്ങനെയാണ് വരാം കേട്ടോ. ഫ്രണ്ട്സ് ആർ playing there എന്നാണ് വരാം. ഓക്കെ, just wait a second. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു മലയാളം പറയൂ. ഇങ്ങനെ മലയാളം പറയുമ്പോ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നത് അല്ലേ? അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എനിക്ക് നാളെ ഒരു കല്യാണം കൂടേണ്ടതായിട്ടുണ്ട്. നോ, അത് ഈ സെന്റൻസ് അല്ലല്ലോ. ആണല്ലേ? ഇത് ഏത് പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, ചെയ്യാൻ പോവുകയാണ്, ഇത് രണ്ടും പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പാട്ട് പാടുകയാണ്. പാട്ട് പാടുകയാണ്. ഓക്കെ, പാടൂ. സെന്റൻസ് പറയൂ. ഞാനൊരു പാട്ട് പാടുകയാണ്. സിമ്പിൾ അല്ല, വെരി സിമ്പിൾ. ഞാൻ സ്റ്റേജിൽ പാട്ട് പാടുകയാണ്, അത് പറയും. ഞാൻ സ്റ്റേജിൽ പാട്ട് പാടുകയാണ്. Yes. Okay. Yeah, mistakes ഒക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അടുത്തല്ല പിന്നെന്താണ് അശ്വിനി? Yeah. Okay, correct ആണ്. I'm singing a song on stage. On the stage എന്ന് പറഞ്ഞാൽ അങ്ങനെ മിസ്റ്റേക്ക് ഒന്നുമില്ല. On stage or on the stage. I'm singing a song on stage. On a stage നമ്മൾ ഒരു സ്റ്റേജിൽ ഞാൻ പാട്ട് പാടുകയാണ്. മറ്റേത് ഞാൻ സ്റ്റേജിൽ പാട്ട് പാടുകയാണ്. ഓക്കെ, പർട്ടിക്കുലർ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സ്റ്റേജ്, ആ സ്റ്റേജിൽ ഞാൻ പാട്ട് പാടുകയാണ്.
correct ആണ് ട്ടോ. I'm saying is on stage or on stage. Okay, clear. Then next Malayalam sentence. I get it, I got it. I got it the idea. എന്ന് പറയണം. റസിയ. Yeah. Okay, റസിയ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഗെറ്റ് പറഞ്ഞു കോട്ട് ചെയ്യാ. കറക്റ്റ്. Yes. Okay. Then അടുത്ത മലയാളം പറയൂ. ബേസിക്കലി എനിക്കൊന്നും അങ്ങോട്ട് കത്തുന്നില്ല. ഞാൻ ആദ്യം കേറാത്തത് കൊണ്ട് അതാണ് ഈ എല്ലാ പൊട്ടത്തരങ്ങളും വരുന്നത്. ഞാൻ വീട്ടിലല്ല കേട്ടോ, പുറത്താ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ മിസ്സിന്റെ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറിയത്. ഞാൻ മുത്തശ്ശിയോടൊപ്പം മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയാണ്. ഒന്നുകൂടെ. ഞാൻ മുത്തശ്ശിയോടൊപ്പം മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയാണ്. ഞാൻ മുത്തശ്ശിയോടൊപ്പം മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയാണ്. യെസ് മാം. ഇവിടെ നമുക്ക് ഓക്കെ നിങ്ങൾ എഴുതും. രണ്ട് ടൈപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ മുത്തശ്ശിയോടൊപ്പം മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയാണ്. ഓക്കെ, I'm going to my grandmother's house with പറഞ്ഞ ആള് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ സെൻഡ് ആയിപ്പോയി മാം. I'm going to grandma's house with grandma. Going with my grandmother to her house. Going to my grandmother's house with grandma. I will go my grandmother's home with her. ടെൻസ് മാറ്റില്ല കേട്ടോ ആരും. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിരുന്നേ പറയാൻ നോക്കാം. ജ്യോതികൃഷ്ണ, ടെൻസ് മാറിപ്പോയി. ടെൻസ് മാറിയാൽ മീനിങ് അടക്കം മാറും. ഓക്കെ, ടെൻസ് മാറണമെന്നില്ല, അല്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാൽ മീനിങ് മാറും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അയച്ച ഓരോന്നിന്റെയും മീനിങ് ഞാൻ പറഞ്ഞുതരാം. I'm going grandma's ഒരു അപ്പോസ്ട്രഫി വേണം. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാം, പക്ഷെ അപ്പോസ്ട്രഫി വേണം കേട്ടോ. ഗ്രാൻഡ്മയുടെ വീട്. grandma's home with grandma പറയാം, തെറ്റില്ല. പറഞ്ഞ മലയാളം അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, I'm going to my grandma's house with her. Yes, അവിടെ മൈലി എന്റെ മുത്തശ്ശിയുടെ വീട്ടില് പറഞ്ഞില്ല, എന്നാലും കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. with her പറയാം. ഗ്രാൻഡ്മ എന്ന റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് ഹെർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. I'm going to my grandma's house with her. Yes, I'm going to grandma's house with her. കറക്റ്റ് ആണ്. ലക്ഷ്മി ഇതിന്റെ മീനിങ് മാറിപ്പോയി. Me and my grandma are going to her house. ഞാനും എന്റെ ഗ്രാൻഡ്മയും അവരുടെ വീട്ടിൽ പോകുകയാണ് എന്നാണ്. ആരുടെ വീട്ടിൽ? അവരുടെ വീട്ടിലാണ്. ആരാണ് അവൾ? ആരാണ്? ക്ലാരിഫിക്കേഷൻ ഇല്ല അല്ലെ, മീനിങ് മാറിപ്പോയി അല്ലെ. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. I'm going to with the grandma. Yes. പിന്നെ ബിബി സുന, I'm going with my grandmother to her house. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എങ്ങനെയാണ്? I'm going to grandma's house with her. ഓക്കെ, ഗ്രാൻഡ്മയുടെ കൂടെ ഞാൻ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോകുകയാണ് എന്ന് വരും.
ഓക്കെ, അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? ഗ്രാൻഡ് മദറിനെ എനിക്ക് തോന്നി നിങ്ങൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പറയുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് സെന്റൻസ്, അല്ലെ? റിപ്പീറ്റേഷൻ വന്നതുകൊണ്ട് സെന്റൻസിന് മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറഞ്ഞേ, നമുക്ക് കാണാനും കേൾക്കാനും കുറച്ചുകൂടെ നല്ലത് ആഹാരം ഇവിടെ വരുമ്പോഴാണ്, അല്ലെ? റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് വരുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. I'm going to grandma's house with her എന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടെ നല്ലത്. മിസ്റ്റേക്ക് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞത് കറക്റ്റ് ആ മലയാളം അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ഹെന പറഞ്ഞത് വേറെയാണല്ലോ മീനിങ് വരുന്നേ. എന്റെ എന്ന് പറഞ്ഞുള്ളൂ, മൈ വന്നേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും മിസ്റ്റേക്ക് ചെയ്യല്ല. മിസ്റ്റേക്ക് അല്ല, പക്ഷെ ഞാൻ കറക്റ്റ് മലയാളത്തിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഐ തിങ്ക് ഹെനയാണ് കറക്റ്റ് ചെയ്തേക്കുന്നത്. മലയാളം അതേ കണക്ക് കറക്റ്റ് ആക്കി. ആ, ഉദ്ദേശിച്ചത് ഞാൻ മുത്തശ്ശിയുടെ കൂടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയാണ് എന്നാണ്, അല്ലെ? അവിടെ പറഞ്ഞത് എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ മലയാളം വന്നേ? സത്യത്തിൽ ആ മലയാളത്തിന് എന്തൊരു പ്രശ്നമില്ലേ? ഉണ്ട്, ഇവിടെയോ ഉണ്ട് എന്തോ. കുഴപ്പമില്ല, അതൊരു മിസ്റ്റേക്ക് ഒന്നുമില്ല, ആരും വായിച്ചതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. പിന്നെ ബിബിസുയാണ് കുറച്ച് അങ്ങോട്ട് മാർക്ക് പോയത്, അതുപോലെ ലക്ഷ്മിയുടെ. ബാക്കി എല്ലാവരും ഇച്ചിരി കറക്റ്റ് ആണ്. അന്മ വന്നേ ഉള്ളൂ, ഫിനിഷ വന്നതേ ഉള്ളൂ, മിസ്റ്റേക്സ് ഒന്നുമില്ല അവിടെ. ഓക്കെ, ക്ലിയർ ആണ്. സോ ഇനി ഒരു കാര്യം ചെയ്യൂ കേട്ടോ, ആരെങ്കിലും ഒരാള് പ്രസന്റ് കണ്ടിന്യൂസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ക്ലാസ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ ലേറ്റ് ആയവരും മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, ആരെങ്കിലും ഒരാള് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ചെയ്യുകയാണ് എന്നാണ്. അതിന്റെ ഫോം എന്ന് പറയുമ്പം സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് ING ഫോം ആണ് വരുന്നത്. അത് എക്സാമ്പിൾ എന്ന് പറയുമ്പം ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. പിന്നെ ഐ വരുമ്പോൾ ആം യൂസ് ചെയ്യണം. ഹി ഷീ ഇറ്റ് വരുമ്പം ഈസ് യൂസ് ചെയ്യണം. യു വി ദേ വരുമ്പോൾ ആർ യൂസ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ മിസ്സേ. പിന്നെ ഫ്യൂച്ചർ ആക്ഷൻ വരികയാണെങ്കിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാളെ ഞാൻ എക്സാമിന് പോവുകയാണ്. ഐ ആം ഗോയിങ് ഫോർ ആൻ എക്സാം ടുമോറോ. ഓക്കെ, കഴിഞ്ഞോ? ആ കഴിഞ്ഞു. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കൊന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും. എന്തോ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കൊന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും. പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കറന്റ് നമുക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോ നടക്കുന്ന എന്താണോ അത് പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് verb പ്ലസ് ING. ഓക്കെ, സബ്ജക്റ്റിന് കൂടെ ഓക്സിലറീസ് വരും. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് വരാ. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ഈസ് ആം ആർ. ഐയുടെ കൂടെ ആം, ഹി ഷീ ഇറ്റിന്റെ കൂടെ ഈസ്, യു വി യുടെ കൂടെ ആർ ആണ് വരാം, അല്ലെ? ഐ ആം, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, യു ആർ, വി ആർ, ദേ ആർ. ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. പിന്നെന്താണ്? വെർബിന്റെ കൂടെ ING ഫോം ഉണ്ട്. റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, പ്ലേയിങ്, റീഡിങ്, ഡ്രോയിങ്, സിംഗിങ്, ഡാൻസിങ്. ഓക്കെ, ഇങ്ങനെ വരും. ഇതെല്ലാം കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് പിന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, കറന്റ്ലി നടക്കുന്ന ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യം, ഇപ്പൊ ഞാൻ നാളെ എക്സാമിന് പോകുകയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ ഫ്യൂച്ചർ ആണ്. സോ എക്സാമിന് പോവാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ,
സോ അതുപോലെ തന്നെയാണ് നമ്മൾ കറന്റ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് പറയുമ്പോൾ നമ്മൾ ഈ ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നാളെ അവിടെ പോകും എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് ടെൻസ് മാറിപ്പോകും. പോകുകയാണ് മാത്രമേ നമുക്ക് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പറയൂ, ഡൗട്ട് ചോദിച്ചാണോ എന്നോട്? ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഞാനിപ്പോ ഡാൻസ് ചെയ്യാണ്. ഞാനിപ്പോ ഡാൻസ് കളിക്കുകയാണ്. ഐ ആം ഡാൻസിങ് എന്ന് പറയും. ഞാൻ നാളെ ഡാൻസ് കളിക്കാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ഡാൻസിങ് ടുമോറോ എന്ന് പറയും. അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഡാൻസ് ടുമോറോ. ഞാൻ നാളെ ഡാൻസ് കളിക്കാൻ പോവാണ് എന്ന് പറയുമ്പോ നാളത്തെ കാര്യമാണ്. പോകുകയാണ് എന്ന് പറയുമ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? റുസിയ, ക്ലിയർ? മിസ്സേ ക്ലിയർ ആയി. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് വരാം. ഒരുപാട് എക്സാമ്പിൾസ് പറയണം. സോ ഒരുപാട് മലയാളം നോക്കിയിട്ട് വരാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആകും എല്ലാവരും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമുക്ക് സിമ്പിൾ പ്രസന്റ് പോലെയല്ല. സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റും വെർബും മാത്രം മതിയായിരുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഓക്സിലറി വേണം, പ്രൊപോസിഷനൊക്കെ നമുക്ക് ആവശ്യം വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, ക്ലിയർ? എങ്ങനെയുണ്ട് ടെൻസ്? എങ്ങനെയുണ്ട് പഠിച്ചിട്ട്? സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാവർക്കും? യാ, ബി സുന എവിടെ? മനസ്സിലായോ? അത് സ്ട്രക്ചർ ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ വിളിക്കാൻ കാരണം എക്സാമ്പിള് ക്രിയേറ്റ് ചെയ്തപ്പോ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാണ് നോക്കിയിട്ട് വരും. എന്നിട്ട് അവിടെ നമുക്ക് നാളെ ക്ലിയർ ആക്കാം. നന്നായിട്ട് പഠിക്കും. അപ്പൊ ശരി, ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണ്? വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എന്നല്ലെങ്കിൽ നാളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കും. ആരെങ്കിലും ഇപ്പോ പറയാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കാരണങ്ങളിലേക്ക് പോകാമായിരുന്നു. വേണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയും, കേൾക്കട്ടെ. എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണോ അതോ പാട്ട് പാടും? ഒന്നും പറയുന്നില്ല. മാം എന്റെ ഒരു ഇതിൽ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുമല്ലോ. പക്ഷെ മാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായി. പക്ഷെ അവർക്കും കൂടെ ഒരു ഇത് കിട്ടുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആരുമില്ല? കാർത്തിക എക്സ്പ്ലെയിൻ ചെയ്യൂ. കാർത്തിക. ഏത് കാർത്തിക ഉദ്ദേശിച്ചത്? ഈ കാർത്തിക തന്നെയാണ് ഉദ്ദേശിച്ച. കാർത്തിക തന്നെയാ. രണ്ട് കാർത്തിക ഉണ്ടോ? രണ്ട് കാർത്തിക ഉണ്ട്. ആണോ? കാർത്തിക അജിത്താണ് ഉദ്ദേശിച്ചത്. വേറെ കാർത്തിക ഇല്ല ഇവിടെ ക്ലാസ്സിൽ ഇല്ല. പറയൂ. ഇന്നത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മീനിങ് ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശം. അപ്പോൾ അതിന്റെ ഇത് വരുന്നത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടോ. ചെയ്യുകയാണ് അതാണ് കറക്റ്റ്. ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ടെൻസ് മാറുന്നുണ്ട്. മാറിപ്പോയിട്ടോ. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ചെയ്യുകയാണ് എന്നാണ്, ഒരിക്കലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല. ചെയ്യുകയാണ് എന്ന് മാത്രം പഠിക്കാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതല്ല ഉദ്ദേശം. ഓക്കെ, അതിന്റെ റൂള് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING.
അപ്പം ഐ വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ ആം ചേർക്കും. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഈസ്, യു വി ദേ ആണെങ്കിൽ ആർ ചേർക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ ആം ടീച്ചിങ്. ഐ ആം ടീച്ചിങ്. ഐയുടെ കൂടെ ആമും പിന്നെ ഹി ആണെങ്കിൽ ഈസ് വരും. ഹി ഈസ് പ്ലേയിങ് അല്ലെങ്കിൽ ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, അങ്ങനെ ഉദ്ദേശിച്ച് എക്സാമ്പിൾ വരുന്നത്. ഐയുടെ കൂടെ ആമും ഹി ഷീ ഇറ്റിൻ്റെ കൂടെ ഈസും യു വി ദേയുടെ കൂടെ ആറും ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് ഇപ്പം ടെമ്പററി ആക്ഷൻ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന ആക്ഷൻസ് കൂടി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഐ ആം ഗോയിങ് ടു ദുബായ് ടുമാറോ. ഞാൻ നാളെ ദുബായിലേക്ക് പോകുകയാണ്. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയണല്ലോ. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ മാം? ഓക്കെയാണ്, തെറ്റൊന്നുമില്ല. താങ്ക് യു. പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ല പറയുന്നതിന്. വയ്യാതിരിക്കുക. ഞാൻ വിചാരിച്ചു ഡൗട്ട് ഉണ്ടെങ്കിൽ പൊതുവെ ഇങ്ങനെ കോൺഫിഡൻസ് കിട്ടാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. നല്ല തലവേദനയുണ്ട്, അങ്ങനെ ഞാൻ ഇങ്ങനെ അതിന്റെ ഇതിലായിട്ടിരിക്കുവായിരുന്നു. ഓക്കെ, ഫസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, then ഇനി ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? ഹലോ മിസ്സേ, ഹലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. നമ്മൾ ഇന്ന് പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ അർത്ഥം വരുന്നത് ചെയ്യുകയാണ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇന്ന് മിസ് പഠിപ്പിച്ചത്. അതിന്റെ ഫോർമാറ്റ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING. അങ്ങനെ വെർബിന്റെ കൂടെ നമ്മൾ ING ഫോം കൂടി യൂസ് ചെയ്തിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഫസ്റ്റ് വരുന്ന ഐ ആം. അതുപോലെ തന്നെ ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നാണ് പറയുന്നത്. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. അവര് ഒരു ലെറ്റർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഐയുടെ കൂടെ ആം എന്നും ഹി ഷീ ഇറ്റ് ഇതിന്റെ കൂടെ ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യു വി ദേ എന്നതിന്റെ കൂടെ ആറും യൂസ് ചെയ്യുന്നു. അതായത് ഈസ്, ആം, ആർ എന്ന ഓക്സിലറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസിൽ മാത്രമാണ്. ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളും പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്താണ് ടുമോറോ ഐ ആം ഗോയിങ് ഫോർ ആൻ എക്സാം. നാളെ എനിക്കൊരു എക്സാം, നമ്മൾ എക്സാമിന് പോകുന്നു എന്ന് പറയുന്നത്. ഓക്കെ ആണോ മിസ്സേ? ഓക്കെയാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് എന്തായാലും പാട്ട് പാടുന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, എനിക്ക് ഓർക്കുണ്ട്, അത് മനസ്സിലായി. സോ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതുവരെയും ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്താലോ? നമുക്ക് ഇംഗ്ലീഷ് പാട്ട് പാടിയാലോ? Why not, Miss? Ready. എന്ത് പറയുന്നു? എന്തായാലും പാട്ട് പാടാം. അപ്പൊ ഇംഗ്ലീഷ് ആയാലോ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം, പാട്ടും പാടാം. ഓക്കെ ആണോ? എന്തോ മിസ് ആദ്യം ഒരെണ്ണം പാടുവോ? അങ്ങനെ അപ്പൊ എനിക്ക് പാടാം. സോറി. അല്ല, എനിക്ക് ഇംഗ്ലീഷ് പാട്ടൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞു. ആണോ? ചുമ്മാ നോക്കൂ. എന്നുവെച്ചാല് ഞാൻ നോക്കുന്നത് പാട്ടല്ല കേട്ടോ. ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോൾ കുറച്ച് നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി വരും. വേർഡ്സ് യൂസ് ചെയ്യാനൊക്കെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് വരും. എന്നാ ഒന്ന് ട്രൈ ചെയ്തു ആരെങ്കിലും. ഓക്കെ, പറ്റോ? ആർക്കെങ്കിലും പറ്റോ? പറ്റുന്നല്ല, ഒന്ന് ട്രൈ ചെയ്യും, മാക്സിമം ട്രൈ ചെയ്യും. എന്നോട് പറയുന്നുട്ടോ മിസ് പാടുക എന്ന് പറയുന്നു. പാടാൻ അറിയില്ല. Walking on the moonlight and thinking of you. Wow. Oh, what an idea, Sergi. Okay. Continue. Maybe മ്യൂസിനെ കണ്ടിന്യൂ. അതേ മതി, അതറിയുള്ളൂ. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ പാടാം.
മിസ് എന്തേലും ഒന്ന് പറയാൻ പറഞ്ഞാലും പറഞ്ഞതാ. കണ്ടോ എന്നാലും പാടിയില്ലേ? ഇച്ചിരി പാടൂ. അറിയാൻ പാടില്ല മിസ്സേ. അങ്ങനെയേ കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് പാട്ട് പാടാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ ആരെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ. നാളെ ഒന്ന് ആരെങ്കിലും ഉണ്ടാവോ പാടാൻ? ഞാൻ പാടാൻ മിസ്സേ, പക്ഷെ ഇപ്പൊ പാടാൻ എനിക്ക് കറക്റ്റ് പാട്ടൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ പാടിയേനെ. ഓക്കെ, നാളെ പ്രിപ്പയർ ചെയ്ത് ഒരു ഇംഗ്ലീഷ് സോങ് അത് പാടാം. ഇതൊരു ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു ലാസ്റ്റ് ആരെങ്കിലും ഒരാള് പാടും. ഓക്കെ, പാടിയിട്ട് നമുക്ക് ക്ലാസ് നടക്കും. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സെറ്റ് അല്ലേ? നാളെ ഞാൻ മാത്രമല്ല വേറെ ആളുകളും കൂടെ പാടണം കേട്ടോ മിസ്സേ. യെസ്, എല്ലാരും പാടും, ആർക്ക് വേണമെങ്കിലും പാടാം. ഓക്കെ, ആരെങ്കിലും ഒരാള് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഇന്ന് ആര് പാടും എന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാൻ പാടാം. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ പാടാം. പാട്ടും സെലക്ട് ചെയ്യാം. അത് ഇംഗ്ലീഷ് സോങ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, ഇംഗ്ലീഷ് സോങ്സ് പാടുമ്പോ പ്രൊപ്പോസൽ പ്രൊനൗൺസിയേഷൻ സ്കില്ലും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നോക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? റെഡിയാണ്. നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. നെക്സ്റ്റ് ക്ലാസ് മീൻസ് നാളെ, ടുമോറോ. ഓക്കെ, നാളെ വരും, നമുക്ക് പറയാം. അത് മാത്രമല്ല നാളെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരാം. എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസും വേണം, മലയാളവും ഇംഗ്ലീഷും വേണം. രണ്ടും എക്സാമ്പിൾസ് എടുക്കൂ. നമുക്ക് ക്ലാസ്സിൽ മൊത്തം ഡിസ്കസ് ചെയ്യാം, അതൊക്കെ ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതിന്റെ പേരാലോ? ശരി. ഓക്കെ മിസ്സേ, ബൈ. Yes, thank you all. See you on the next class. Okay, bye. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am.